ആർപ്പിൻനാഥം എന്ന ഈ പ്രോഗ്രാമിലൂടെ വീണ്ടും നിങ്ങളെ കാണാൻ കഴിഞ്ഞത് ഒത്തിരി സന്തോഷം. ബൈബിളിലെ ഒരു ഭാഗത്ത് പറയുന്നതാണ്, അല്പത്തിൽ വിശ്വസ്തനായവനെ അധികത്തിന് വിചാരകനാക്കും. നമ്മെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന എന്താണോ അതിൽ നാം വിശ്വസ്തരായിരുന്നാൽ ദൈവം നമ്മെ പുതിയ പുതിയ ഉത്തരവാദിത്തങ്ങളും ചുമതലകളും ഏൽപ്പിക്കും. തുടക്കത്തിൽ തന്നെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമായിരിക്കും നമുക്ക് ആഗ്രഹം. പക്ഷേ എല്ലാ കാര്യങ്ങളും ഒന്നും ചെയ്യുന്നതിനേക്കാൾ അപ്പുറമായിട്ട് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യം എന്താണോ അത് നോക്കി അത് വിജയകരമാക്കി കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ ജീവിതത്തിനുള്ളിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുക എന്നതിനേക്കാൾ അപ്പുറം നമ്മൾ ചെയ്യുന്നത് ഭംഗിയാക്കി ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ചെറിയൊരു വള്ളമാണെന്ന് വിചാരിച്ചു. വെള്ളത്തിന് മുകളിൽ കൂടിയാണ് വള്ളം ഇങ്ങനെ യാത്ര ചെയ്യുന്നത്. പക്ഷെ അത് ചെറിയൊരു സുഷിരം വീണ് കഴിഞ്ഞു. നമ്മളത് നോക്കിയില്ലെങ്കിൽ, ശ്രദ്ധിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സുഷിരത്തിനകത്തോടെ വെള്ളം വള്ളത്തിനുള്ളിൽ കയറി അത് മുഴുവൻ മുങ്ങാൻ വേണ്ടി മുഖാന്തരമാകും. നമ്മൾ ചെറിയ സുഷിരങ്ങൾ, ജീവിതത്തിലുണ്ടാകുന്ന ചെറിയ സുഷിരങ്ങൾ പോലും നമ്മൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ടവരാണ്. ചെറിയ പ്രശ്നങ്ങൾ പോലും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വളരെ ജാഗ്രതയോടെ നാം ആയിരിക്കണം. നോക്കിയേ, ഒരു ഹോട്ടലിനെ കുറിച്ചാണ് ഇന്നത്തെ വായിച്ചപ്പോൾ കിട്ടിയൊരു കഥ. ആ ഹോട്ടലിൽ ഗസ്റ്റായിട്ട് അടുക്കുന്നവർ വന്നു. വലിയ ഹോട്ടലാണ്, നല്ല വെയിറ്ററുമാണ്. വെയിറ്റർ ആദ്യം കൊണ്ടുവന്ന് ഒരു കപ്പ് സൂപ്പ് ഇദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ടേ അദ്ദേഹം ആ സൂപ്പിലേക്ക് സൂക്ഷിച്ചു നോക്കി. അദ്ദേഹം പ്രതീക്ഷ എന്തോ അത് കണ്ടില്ല. വെയിറ്ററെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിന് ഉപ്പ് കൂടുതലാണല്ലോ. അദ്ദേഹം ആ സൂപ്പ് മാറ്റി അടുത്ത ഒരു കപ്പ് സൂപ്പ് കൂടെ കൊണ്ടുവന്നു. അത് നോക്കിയ ശേഷം ഇതിന് എരി കൂടുതലാണല്ലോ. ഇങ്ങനെ പല കാരണങ്ങൾ വേണ്ടി ഇടയായി, പല കാരണങ്ങൾ പറഞ്ഞു. അവസാനം ഈ വെയിറ്റർക്ക് 2-3 പ്രാവശ്യം കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഒരസ്വസ്ഥത തോന്നി. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, ആ സൂപ്പ് അല്പം ഇങ്ങോട്ട് വാ, ഞാൻ നോക്കട്ടെ. അദ്ദേഹം അത് വാങ്ങിച്ചു. എന്നിട്ട് അത് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി സ്പൂണ് നോക്കി. അപ്പോഴാണ് സ്പൂണില്ല എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കിയത്. സ്പൂൺ ചോദിച്ചപ്പോൾ സ്പൂണില്ല. സത്യത്തിൽ എരിയോ പുളിയോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം. വെയിറ്റർ സ്പൂൺ എടുക്കാൻ വേണ്ടി 2-3 പ്രാവശ്യം കൊണ്ടുവന്നപ്പോഴും സ്പൂൺ എടുക്കാൻ വേണ്ടി മറന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിലുള്ള കാരണം പറയേണ്ടതിന് പകരം മറ്റു പല കാരണങ്ങളും പറഞ്ഞ് ഈ ഗസ്റ്റ് ഇദ്ദേഹത്തെ അസ്വസ്ഥമാക്കുക ചെയ്തത്. അവിടെ വേറൊരു വിഷയങ്ങളുണ്ട്. ആ സ്പൂൺ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം വെയിറ്ററുടേതാണ്. അത് അദ്ദേഹം മറന്നുപോയി, അഥവാ അദ്ദേഹം ശ്രദ്ധിച്ചില്ല. ആ ചെറിയ പിഴവിനെയാണ് ആ ഗസ്റ്റ് അവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ഇടയായത്. നോക്കിയ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. പലപ്പോഴും അതിൻ്റെ പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ്, യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ആ പ്രതിസന്ധികൾ വരുമ്പോൾ ആ വിഷയത്തെ മാറ്റിക്കളയാറില്ല, അല്ലെ അതിനെങ്ങനെ പരിഹരിക്കാം, അതിനെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, വലിയ കാര്യങ്ങളായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, പ്രതിസന്ധികൾ വരുമ്പോൾ അതിൽ നിന്നും അകന്നു പോവുക, അല്ലെങ്കിൽ ഓടിപ്പോവുക, അതിൽ നിന്ന് ഒളിക്കുക എന്നുള്ളതല്ല അതിൻ്റെ പരിഹാരം. മറിച്ച് അതിൻ്റെ യഥാർത്ഥമായ കാരണം മനസ്സിലാക്കി അത് പരിഹരിക്കാൻ വേണ്ടി ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കും. അതിനുവേണ്ടിയാണുള്ള ഒരു മനസ്സൊരുക്കമാണ് നമുക്ക് വേണ്ടത്. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന എന്താണോ ആ രീതിയിലേക്ക് നമുക്ക് വളരാം. അല്പത്തിൽ വിശ്വസ്തനാകാം. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ചെറിയ കാര്യം എന്താണോ അത് ഏറ്റവും ഭംഗിയായി ചെയ്യാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം. ഒരു സഭയിൽ ഡ്രം കൊട്ടുവാനാണോ, അല്ലെങ്കിൽ പാട്ട് പാടുവാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ പ്രാർത്ഥിപ്പാൻ വേണ്ടിയാണോ? ഒരുപക്ഷെ നമുക്ക് ചെറുതാണെന്ന് തോന്നിയേക്കാം. പല കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നതൊക്കെ ചെറിയ 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 കാര്യങ്ങളാണെന്ന് തോന്നിയേക്കാം. പക്ഷേ അതിൽ നാം വിശ്വസ്തരായിരുന്നാൽ പടിപടിയായി ദൈവം നമ്മെ ഉയർത്തുവാൻ വേണ്ടിയിടയായി. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനും ആത്മീയമായിട്ട് ഒത്തിരി വളരുവാനും ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകളിൽ ശോഭിക്കുവാനും
ഒക്കെ മുഖാന്തരമായി തീരും. ചെറിയ ഒരു തിരി വെട്ടമായിരിക്കും, അല്ലെങ്കിൽ ഒരു ചെറിയ മെഴുകുതിരിയിലെ വെളിച്ചമായിരിക്കും ഒരു മുറിക്ക് മുഴുവൻ പ്രകാശം നൽകുന്നത്. ഒരു പ്രകാശമായി എരിയുന്ന ഒരു മെഴുകുതിരിയായി അനേകർക്ക് അനുഗ്രഹമാകുന്ന, അനേകർക്ക് ആശ്വാസമാകുന്ന, അനേകർക്ക് അഭയമാകുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളുടെ ഒരു ചെറിയ വെപ്പണായി, ആയുധമായി നമുക്ക് രൂപപ്പെടാം. അതിനുള്ള കൃപ, അതിനുള്ള ശക്തി തരണമെന്ന് ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കാം. അങ്ങനെ ജീവിതത്തിൽ വിജയം കൈവരിക്കാം. ആർപ്പിന്റെ നാദങ്ങൾ ഉയരട്ടെ. നന്ദി.